12 മണിയാവാറുണ്ടിട്ടാണ് സമയം. അതുകൊണ്ട് നമുക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കും. പക്ഷെ ഇത് ഹാളിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതുവരെ കിടന്നിട്ടില്ല. ബർത്ത്ഡേ വിഷസ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു സഫ്ന നൗഷാദ്. 25 വയസ്സ് ഒഫീഷ്യലി ആയിരിക്കുകയാണ്. സോ നീ സൂക്ഷ്യം കണ്ടൊക്കെ ജീവിക്കാൻ കല്യാണം കഴിച്ചു പോവാ. ഓക്കെ, പോ 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 പോ. അണ്ണാക്കി പോയ കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യുന്ന കുട്ടികളാണ് ഇവർ. 12 മണിയായി ഗൈസ്, 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെന്തോ ഫോണായോ പപ്പ? താങ്ക് യു ഗൈസ്, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. Thank you. Hello guys, welcome to my 25th birthday vlog. ഇന്ന് ജൂലൈ 20, 2026 എൻ്റെ 25ാമത്തെ ബർത്ത്ഡേ ആണ്. ആൻഡ് എല്ലാവിടുത്തെ ബർത്ത്ഡേ കാട്ടിയും ഇവിടുത്തെ ബർത്ത്ഡേ എനിക്ക് കുറച്ച് അധികം സ്പെഷ്യലാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അടിപൊളി സർപ്രൈസ് ഒക്കെ എനിക്ക് ഈ ബർത്ത്ഡേക്ക് കിട്ടി. ആക്ച്വലി ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ എങ്കിലും ഒരു ദിവസത്തിന് മുന്നേ, അതായത് ജൂലൈ 18 ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതും തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ വീട്ടുകാർ എന്നെ സർപ്രൈസ് ചെയ്തു. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി കിന്നരിപ്പൊൻ തലപ്പാവ്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, സർപ്രൈസായി ാരാണി കിന്നരിപ്പൻ തലപ്പാവ്. കുഞ്ഞുടുപ്പും കുപ്പിവളേ കിങ്ങിണിയും മണിയാ, ചെമ്പക കുമര കുമ്പിലേ തന്നാനം മയിൽ തന്നാനം, തന്നാനം കുയിൽ തന്നാനം. നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലോട്ട് കിടക്കുകയാണ്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാളു പിറന്നാള്, തുന്നി വെച്ചതാരാണി
പൂത്തിലഞ്ഞി ചോട്ടിൽ നിന്റെ കൂട്ടറുത്തു പാടാം കണ്ണനാ മുന്നിയും കുട്ടുവാ പൊന്നൂഞ്ഞാൽ പടി തന്നേലേ ചാഞ്ചക്കം കളിയാടാൻ വാ കുഞ്ഞുപ്പാവയ്ക്കുന്നല്ലോ നല്ല നാട് പിറന്നാള് കുഞ്ഞി വെച്ചതാരാണി ഹായ് കിന്നരിപ്പം തലപ്പാവ് ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന ചങ്ങലയും പൊന്ന് അന്നദാരി സമ്മാനം ഹേ കുഞ്ഞു പാവയ്ക്കുന്നല്ല നല്ല നാട് പിറന്നാള് തുന്നി വെച്ചതാരാണി കിന്നരിപ്പൻ തലപ്പാവ് ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടുതോടെ തൊടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കൂനുകൂനെ തിന്നും കുറുനീന തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലക്കാറ്റയോ ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കൂനുകൂന ചിന്നൊരു കുറുനീല തഴുകന്റെ മുത്താരം മുത്തായ മുത്തുമലക്കാറ്റയോ പറയാതെ അറിയാതെ നിൻ തണലായി നിൽപ്പൂ ഞാൻ പാടി നിൻ പാൽക്കനവിൽ കാലോലം പറയാതെ അറിയാതെ നിൻ തണലായി നിൽപ്പൂ ഞാൻ പാടി നിൻ പാൽക്കനവിൽ കാലോലം ഒരു നേരം കാണാതെ ഉന്നിൽ ഉറങ്ങില്ല അറിയും ഞാൻ എന്നും നിൻ വാത്സല്യം ഒരു നേരം കാണാതെ ഉന്നിൽ ഉറങ്ങില്ല അറിയും ഞാൻ എന്നും നിൻ വാത്സല്യം നീ എന്തു പറഞ്ഞലയുന്നു അന്നാരം പുന്നാരം അല്ലിമലക്കാറ്റയോ ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കൂനുകൂനെ തിന്നും കുറുനീന തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലക്കാറ്റയോ അഴലോടെ അലിവോടെ നിൻ നിഴലായി നിൽപ്പൂ ഞാൻ കേൾക്കാതെ കേൾക്കൂ നിൻ താരാട്ട് അഴലോടെ അലിവോടെ നിൻ നിഴലായി നിൽപ്പൂ ഞാൻ കേൾക്കാതെ കേൾക്കൂ നിൻ താരാട്ട് കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം എന്നും നീ എന്നരികിൽ വളരേണം കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം
എന്നും നീ എന്നരികിൽ വളരേണം. ചിരി ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ തിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ. നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ബർത്ത്ഡേ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്നതാണ്. ബർത്ത്ഡേ വ്ളോഗ് പോലെ അറിയാതെ പോലെ എടുക്കേണ്ടി വന്നു. അതേപോലെ എടുക്കുന്നത് അൺബോക്സിംഗ് ആയിരിക്കത്തില്ല, ഗിഫ്റ്റുകൾ. അതെ അതെ, അൺബോക്സിംഗ് ഒക്കെ ഗിഫ്റ്റ് വീഡിയോ ഒരു വരുന്നതായിരിക്കും. പ്രോഗ്രാമിലോട്ട് പോകാം. കഴിക്കും സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായി ക്യാമറമാൻ ആകേണ്ടി വന്നു. ഒരു കുട്ടിയാണ്. ശംലായുടെ കരവിരുതുകളാണ് ആ ഷീനുവിന്റെ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല, ശംല ഒരു ചെറിയ വ്യക്തിയല്ല, വലിയൊരു കലാകാരി കൂടിയാണെന്നുള്ള തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ശംലാക്ക് നല്ലൊരു കൈയടി കൊടുക്കണം, കാരണം ശംലയാണ് എൻ്റെ ഹൈലൈറ്റ്. ഷീനു മോക്ക് എന്താ തോന്നി? സൂപ്പർ ആയിരുന്നാ? ഞെട്ടിപ്പോയില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഷീനു മോളുടെ ബർത്ത്ഡേ 22-ാം തീയതി അല്ലേ വരുന്നത്? സോറി, 20-ാം തീയതി. 20-ാം തീയതിയാണ്. അപ്പൊ അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇവിടെ ആഘോഷിക്കുകയും ചെയ്തത്. Wish you have a great birthday and have a year ahead. Love you. Happy birthday, Safu. Happy birthday, Safu. Thank you so much. Happy birthday. ഞങ്ങളിതൊരു പ്രാക്ടീസും ഇല്ലാതെ കളിക്കുന്നതാണ്. ഞങ്ങൾ ആദ്യം ഷീനുവിന്റെ മുമ്പിലൊന്ന് കളിച്ച് കാണിക്കണം എന്നൊരാഗ്രഹം. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ആരെയാണ്? ഭക്തിയുടെ വരികളുടെ പാട്ടൊന്നും ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനോ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. ഈ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അവന്മാർക്ക് ചേഞ്ച് വേണോ? Happy birthday.
സുമേഷ് എത്തിച്ചേരുന്നില്ല, എന്നാലും നമുക്ക് ഒരു വിശേഷം ഇത് വളരെ ഈസി ആയിട്ട് ഇപ്പം സമ്മാനം കൊണ്ടു ട്രെയിൻ താളം കിട്ടി. പുള്ളിക്ക് പാട്ട് കാര്യമുണ്ട്, പാട്ട് ലോകത്ത് ഒരുപാട് കൈമാറുണ്ട് സാർ, പക്ഷെ എനിക്ക് ലോകത്ത് കൈമാറി കാണുന്നു മാത്രമല്ല. അതാണ് ചിന്താക്കി എത്തിയിരിക്കുന്ന ചലഞ്ച്. ഒരു സോങ് പ്ലേ ചെയ്യും, ആദ്യം ഏതാണ് ഗസ് ചെയ്യാം. ഓക്കെ,
എന്നോടാണോ ദാസ കളിക്കുന്നത്? അപ്പം ഇപ്പം ഇതിന് ട്രയലായിരുന്നു, നിങ്ങളെല്ലാം കണ്ടല്ലോ. പിന്നെ ഒന്നുകൂടി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, മമ്മൂട്ടിയെ ഇമിറ്റേറ്റ് ചെയ്യുക. ചന്ദ്രനെ തോപ്പിക്കാൻ ആളുകൾ അറിയാം. ചന്ദ്ര ട്യൂഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു. പുളിയുള്ള മാങ്ങ കഴിക്കുമ്പോൾ വരുന്ന എക്സ്പ്രഷൻ കാണിക്കുക. ഒരു പാട്ടിടും, അതിന് ഡാൻസ് കളിക്കും. നമുക്ക് നവരസങ്ങൾ കാണിക്കും. നവരസങ്ങൾ കാണിക്കുക. ശൃംഗാരം, ഹാസ്യം, രൗദ്രം, ദേഷ്യം, കരുണം, ദീപൻസം, ഡിസ്ഗസ്റ്റ്, ഭയാനകം, പേടി, വീരം, ഹീറോയിസം, അത്ഭുത, വണ്ടർ, ശാന്തം. തിരുവാതിരയുടെ 2 സ്റ്റെപ്പ്. ആക്ട് ചെയ്ത് കാണിക്കും. സിനിമ ഏതാണെന്ന് ഗസ് ചെയ്യണം. ഞാൻ ആരാ? അല്ല, എന്നെ ചേച്ചിയുടെ ഒരു റാംബോക്കാണ്. സൗണ്ട് ഉണ്ടാക്കാതെ അട്ടഹാസിക്കുക. സുരേഷ് ഗോപിയുടെ മിമിക്രി. ഓക്കെ, ഡംഷറാട്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നാല് അനിമൽസിന്റെ സൗണ്ട് ഉണ്ടാക്കണം. ഒരു പാട്ടിട്ട് കൊടുക്കും, അതിന് ഡാൻസ് കളിക്കണം. ഒരു ടങ് ട്വിസ്റ്റർ കൊടുക്കാം. ഒരു വഴിയിൽ 7 കുഴിയാന. ഒരു വഴിയിൽ 7 കുഴിയാന, ഒരു വഴിയിൽ 7 കുഴിയാന, ഒരു വഴിയിൽ 7 കുഴിയാന, ഒരു വഴിയിൽ 7 കുഴിയാന, ഒരു വഴിയിൽ 7 കുഴിയാന. ഓക്കെ, നീന്തുന്ന പോലെ അഭിനയിക്കണം. നീന്തിട്ട് മുങ്ങിപ്പോന്നതൊക്കെ അഭിനയിക്കുക, അതിന്റെ മരിച്ച് താഴെ കിടക്കുക. കാലൂടെ അടിക്കണേ, എന്റെ നീന്തില്ല. നമ്മൾ അനാഥയാണ്, പക്ഷേ ഗുണ്ടകളല്ല. ഓക്കെ, ഒരു സോങ് ഇടും, അത് ഗസ് ചെയ്യണം. തുന്നിയവ
നല്ലൊരു കൈ കൊടുക്കാം. ആരെയും പനാസിന്റെയും ഊഴമാണ് ഇനി പാലിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു പാട്ട് അവള് മൂടും, അതേത് പാട്ടാണ് നിങ്ങൾ ഗസ് ചെയ്യണം. കിലുക്കത്തിലെ രേവതിയുടെ ഡയലോഗ് പറയണം. പ്രധാനമന്ത്രി അപ്പൊ തന്നെ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ എന്നെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ എന്താ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്നെ കൊടയെടുത്ത് അവന്റെ വയലത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ അടിയോ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനോട് അവൻ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ച ഒരു സാധനമേ അല്ല. എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു ബർത്ത്ഡേ പറ്റി. എനിക്ക് പണ്ടൊട്ടേ ഉള്ളൊരു അസുഖം, ഓരോ ബർത്ത്ഡേ ആവുന്നതിന് മുന്നേ ഒരു വർഷം തുടങ്ങുന്നതിന് മുന്നേ പറയും ജൂലൈയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, ജൂലൈയിൽ എൻ്റെ. ഇവരെ ഇരുത്തത്തില്ല, ഞാൻ ഗിഫ്റ്റ് വേണം, അത് ചെയ്യണം, ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നെ പറയും എനിക്ക് ആരും സർപ്രൈസ് തരാനില്ലല്ലോ, ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാണല്ലോ എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ തന്നെ ഓരോരുത്തർക്ക് ഇപ്പം സർപ്രൈസ് കൊടുക്കുന്നതിനായാലും ഞാൻ ഇങ്ങനെ പറയും ഞാൻ എല്ലാവർക്കും ചെയ്ത് എനിക്ക് ആര് ചെയ്യാൻ. പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് സത്യം, ഇവരെക്കാട്ടി വലിയ ഗിഫ്റ്റ് എനിക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? താങ്ക് യു. അങ്ങനല്ലേ പൊട്ടാ, അങ്ങനെ തിരിക്കട്ടെ അവള്. എന്തോ തിരിക്കാൻ? ആ ബട്ടൺ തിരിക്കും. അതെന്താ തുറന്നോ? ഓക്കെ ഇല്ല, അവളെന്തേ എനിക്ക് അവളെ ഒന്ന് കാണണം. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളി. അടിപൊളിയല്ലേ? ഇന്നിപ്പോ 2 മണിയാവാൻ പോകുന്നില്ലേ? നാളെയാണ്. 3 മണി. നാളെ എന്റെ ബർത്ത്ഡേ. പക്ഷെ ഇന്ന് നമ്മള് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്സ് എല്ലാവരോടും ചേർന്ന് തന്നെ സർപ്രൈസ് ചെയ്തു. ആൻഡ് ഇത്രയും ഗിഫ്റ്റ് എനിക്ക് കിട്ടി. എല്ലാം കൊള്ളാം. സൺഫ്ലവർ തീം ആയിരുന്നു എന്റെ. സൺഫ്ലവർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബർത്ത്ഡേ. ആരും എന്നോട് ഒരു അക്ഷരം പോലും പറയില്ല. എനിക്കൊരു ഡൗട്ട് പോലും തോന്നിച്ചില്ല എന്നുള്ളതാ. ഞാൻ അവിടെ നോർമലായിട്ടാണ് ചെന്നത്, പക്ഷെ അടിപൊളിയായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് 25th ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന്. ആൻഡ് യു നോ വാട്ട്, ഈ ജൂലൈ 20th എൻ്റെ ബർത്ത്ഡേ എങ്കിലും ജൂലൈ 1st ഞാൻ ഉറക്കം എണീക്കുമ്പം തൊട്ട് ഞാനൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ന് ഈ ദിവസം വരെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുകയാണ്.
എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് ഓരോ ബർത്ത്ഡേ വിഷസ് പറഞ്ഞു. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച, എൻ്റെ 10th വരെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എൻ്റെ +1 +2 ഉണ്ടായിരുന്ന ടീച്ചർ ആൻഡ് എൻ്റെ കോളേജിലെ ടീച്ചർ, ഇവരൊക്കെയാണ് എനിക്ക് വേണ്ടി ബർത്ത്ഡേ വിഷസ് അറിയിച്ചത്. അത് മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ടീച്ചറെ ഓർമ്മയുണ്ടോ? ടീച്ചറെ മറന്നോ? ടീച്ചറുടെ മനസ്സിൽ എന്നും നിങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ടീച്ചർ ഒരിക്കലും നിങ്ങളെയൊന്നും മറക്കില്ല. ടീച്ചറുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹായ് സ്വപ്ന, എന്തുകൊണ്ട്? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ഓർക്കാറുണ്ടോ? ഞങ്ങൾ പലപ്പോഴും സ്വപ്നയുടെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയാറുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വപ്നയ്ക്ക് മാമിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്നും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. സഫ്നക്കുട്ടിയെ പിറന്നാളാശംസകൾ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ സഫ്ന. സഫ്നയെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വൈറ്റ് സ്മൈലാണ്. എപ്പോഴും നമ്മൾ ആരെയും മീറ്റ് ചെയ്താലും ക്ലാസ്സിലായാലും പുറത്തായാലും എപ്പോഴും വളരെയധികം സ്മൈൽ ചെയ്ത് നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ മുഖം നമ്മൾ ഓർത്തു വെക്കും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്തോരം കഴിവുകളുള്ള കുട്ടിയാണ്. പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പഠിക്കും. അവൾ എല്ലാത്തിലും അവൾക്ക് അവളുടേതായ ഒരു സിഗ്നേച്ചറുണ്ട്. സോ ബി ദ സെയിം ഡിയർ. ഇയാളുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കുക. അതേപോലെ ബി ദ സെയിം ഹാപ്പി പിൽ. താങ്ക് യു. സോ ഐ തോട്ട് എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എനിക്കിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണം തോന്നി. എന്ന് ഓർത്തിരിക്കണമല്ലോ. യെസ്, ഓഫ് കോഴ്സ് ഇതെല്ലാം എൻ്റെ മെമ്മറിയിൽ എപ്പോഴും കാണും. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ മെമ്മറിയൊക്കെ പുതുക്കണം. എനിക്കിതൊക്കെ ഒന്ന് എങ്ങനെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ ഒന്ന് കാണാൻ തോന്നുമ്പോൾ എനിക്ക് ഈ വ്ളോഗ് എടുത്ത് വെച്ച് കാണാമല്ലോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ശരിക്കുള്ള ബർത്ത്ഡേ ആണ്. സോ ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ശരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നടന്നത്. ബൈ, ദിസ് ഈസ് ഡിംപിൾ സഫു ഹിയർ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എല്ലാരും
എന്റെ ഈ ബർത്ത്ഡേക്ക് വേണ്ടി എല്ലാ കഠിനാധ്വാനങ്ങളും ചെയ്ത് എന്റെ മമ്മിക്ക് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓഹോ, നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു. വെൽക്കം. മമ്മി എന്നെ പോലെ ഒരു കലാകാരിയാണെന്ന് മമ്മി തെളിയിച്ചിരിക്കുന്നു. എന്നെ പോലുള്ള കലാകാരിയാണ് നീ എന്ന് തെളിഞ്ഞാൽ മതി. ഹായ് 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 ഹായ്. ASMR വേണ്ട. Many returns of the day. Happy birthday ചക്കരമ്മ. വാപ്പുവിന്റെ ഉമ്മാടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday, Shinikuti. May this birthday be really a good one for you and bring you more happiness throughout the year, and wishing you a lovely birthday. Chakrama Vaave, hope you have a nice birthday with everyone, and yeah, we love to see your dance and singing, and so let's see more of it and have a nice birthday. Love you lots. Hope to see you soon. I hope you have the best day. Chakrama Shinata, love you. Hope you have a good day. So one more time for Shinu. Happy birthday! ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എത്രാമത്തെയാ? എത്രാമത്തെ ബർത്ത്ഡേ ആണോ? ഓർത്ത് നോക്കൂ, എത്രാമത്തെയാ? 20 കണ്ട 22 കണ്ട 22 ആയോളോ? 25 വയസ്സായി. അറിയാം. ഓർമ്മയുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Thank you. Heart beats fast, colors and promises. How to be brave? How can I